നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ വീണ്ടും ചുമതലയേറ്റെടുത്തു. സിൻഡിക്കേറ്റ് യോഗം സസ്പെൻഷൻ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ചുമതലയേറ്റെടുത്തത്. താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ എതിർപ്പ് മറികടന്നാണ് സസ്പെൻഷൻ റദ്ദാക്കിയത്. തീരുമാനം നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി സിസ തോമസ് കോടതിയെ സമീപിക്കും. സസ്പെൻഷൻ നടപടിയിൽ നാളെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കണം. ഈ പശ്ചാത്തലത്തിലാണ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. യോഗത്തിൽ താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ റിപ്പോർട്ട് ചെയ്തു. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിശദ ചർച്ച ആവശ്യപ്പെട്ടെങ്കിലും VC വഴങ്ങിയില്ല. എതിർപ്പിനെ മറികടന്ന് സസ്പെൻഷൻ പിൻവലിച്ച് പ്രമേയം പാസാക്കി. സസ്പെൻഷൻ നടപടി വിഡ്രോ ചെയ്യാനാണ് സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഓൾ കാര്യങ്ങൾ വളരെ വിശാലാർത്ഥത്തിൽ പരിശോധിക്കുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും ഒരു എൻക്വയറി കമ്മിറ്റിയെ സിൻഡിക്കേറ്റ് നിയോഗിച്ച് ഈ തീരുമാനം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ തിങ്കളാഴ്ച അറിയിക്കുന്നതിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ചുമതലയേൽപ്പിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ വൈകുന്നേരം 4:30 KS അനിൽകുമാർ സർവകലാശാലയിലെത്തി വീണ്ടും ചുമതല ഏറ്റെടുത്തു. തീരുമാനം അംഗീകരിക്കില്ലെന്ന് താൽക്കാലിക VC സിസ തോമസ് അറിയിച്ചു. താൻ യോഗം പിരിച്ചുവിട്ട ശേഷം എടുത്ത തീരുമാനം നിലനിൽക്കില്ലെന്നാണ് VCയുടെ നിലപാട്. റദ്ദാക്കപ്പെടാൻ ആ ഒരു വിഷയം ഇന്ന് വരുന്നേയില്ല. അതുകൊണ്ട് ഒരു അജണ്ട പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഫൈനലൈസ് ചെയ്യാൻ പറയുമ്പോൾ വേറൊരു വിഷയം എടുത്ത് ഡിസ്കസ് ചെയ്യാൻ അത് ഒരിക്കലും ഒരു അപ്രൂവ്ഡ് അജണ്ട ഐറ്റം അല്ലാത്തത് കൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ ആ സ്റ്റാൻഡിംഗ് കൗൺസിൽ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും VCയുടേതായി സിൻഡിക്കേറ്റ് നടപടി കോടതി പരിശോധിക്കട്ടെ എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. കോടതി പരിശോധിക്കട്ടെ. സ്റ്റാറ്റ്യൂട്ടിൽ എഴുതി വയ്ക്കപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ നടന്നിട്ടുള്ളത്. VCയും സിൻഡിക്കേറ്റും നാളെ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കും. 24 തിരുവനന്തപുരം.